കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. ചട്ടം പാലിച്ചാണ് കിഫ്ബി പ്രവർത്തിക്കുന്നതെന്നും ലോകത്തെ നമ്പർ 1 കമ്പനികളിലൊന്നിനെയാണ് ചുമതലപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവാദമുണ്ടാക്കി വികസനം തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി. കിഫ്ബിയുടെ ഫണ്ട് വാങ്ങുന്നതിനും ചെലവിടുന്നതിനും കർശനമായ ധനമാനദണ്ഡങ്ങൾ പാലിച്ചു പോവുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഫണ്ട് ലഭ്യമാക്കാനുള്ള വിവിധ പരിപാടികളുണ്ട്. അതിലൊന്നാണ് മസാല ബോണ്ട്. ആ ഫണ്ട് ലഭ്യമാക്കുന്നത് കിഫ്ബി നേരിട്ട് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനവുമായി വിലപേശിയിട്ടല്ല. അപ്പോൾ കിഫ്ബി ഏത് രീതിയിൽ ഫണ്ട് സ്വീകരിക്കും, എത്ര ഫണ്ട് വേണം, എന്താണ് അതിന് കിഫ്ബി നൽകുന്ന പലിശ, ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് അറിയിക്കുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലോകത്തിലെ ഏറ്റവും മികവുറ്റ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കനേഡിയൻ പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന കമ്പനി. ആ കമ്പനി ഒരു അല്ലറ ചില്ലറ കമ്പനിയല്ല, ലോകത്തിലെ ഇത്തരം ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും സമ്പന്നതയുള്ളൊരു കമ്പനിയാണ്. പ്രളയത്തിന്റെ പേരിൽ വിവാദമുണ്ടാക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യധാരാ മാധ്യമങ്ങളും ഇതിന് കൂട്ടുനിൽക്കുന്നു. വികസനം തടയുക എന്നതാണ് ഇത്തരക്കാരുടെ പ്രധാന ലക്ഷ്യം. വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് പ്രത്യേക മാനസികാവസ്ഥയുടെ ഭാഗമെന്നും മുഖ്യമന്ത്രി. നമ്മുടെ രാജ്യവും ലോകവും നാം കാണിച്ച ഒരുമയെ വലിയ തോതിൽ പ്രശംസിച്ചു. വലിയ പ്രശംസ. ആ പ്രശംസ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ചില പ്രത്യേക മാനസികാവസ്ഥക്കാരുണ്ടല്ലോ, അവർക്കത് അത്ര രുചിച്ചില്ല. അങ്ങനെ പ്രശംസ നമുക്ക് വരാൻ പാടുണ്ടോ? ഇതെങ്ങനെയെങ്കിലും മാറ്റണ്ടേ? ഇതായി ചിന്ത. ഇതാണ് നമ്മുടെ മലയാള മനോരമ പത്രം ഇതേ വാചകം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാചകമാണ്. ഇന്ന് പറഞ്ഞത് മാനസിക രോഗികൾ അതിന് നിർത്തുന്നതാണ്. ഞാൻ മാനസിക രോഗികളെന്ന് ഇവരെ വിളിച്ചു വന്നു. ഞാൻ പറഞ്ഞത് ഇതേ വാചകമാണ്. ഒരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ മാനസിക രോഗം എന്ന വാക്കേ പറയാൻ പോയില്ല. മലയാള മനോരമക്ക് എവിടെ നിന്ന് കിട്ടിയത്? എല്ലാ മണ്ഡലങ്ങളിലും 5% വിവിപാറ്റ് രസീതുകൾ എണ്ണണമെന്ന് സുപ്രീം കോടതി. 21 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി സന്തോഷ് സർലേക്ക് ചേരുന്നു. സന്തോഷ്, എന്താണ് സുപ്രീം കോടതി വിവിപാറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്? പ്രിയ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് വോട്ടെണ്ണൽ രീതിയിൽ സുപ്രീം കോടതി ഒരു നിർണായകമായ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. EVM മെഷീനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ടുകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ വോട്ടർമാർക്ക് നൽകുന്ന വിവിപാറ്റ് സ്ലിപ്പുകൾ ഇനി കൂടുതലായി എണ്ണാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഒരു മണ്ഡലത്തിലെ 5 വിവിപാറ്റ് മെഷീനിലെ സ്ലിപ്പുകളാണ് എണ്ണേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 20,000 വോട്ടിന് അടുത്ത് വരും. നിലവിൽ ഒരു മെഷീനിലെ ഒരു വോട്ടാണ് എണ്ണുന്നത്. ഇത് മാറ്റിയിട്ടാണ് 5 മെഷീനിലെ വോട്ടുകളെങ്കിലും എണ്ണാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കൂടുതൽ വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർമാർക്കും കൂടുതൽ സംതൃപ്തി നൽകും എന്നാണ് ഉത്തരവിന്റെ ഭാഗമായി സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും 50% വിവിപാറ്റുകൾ എണ്ണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. 21 പാർട്ടികളാണ് സമീപിച്ചത്. എന്നാൽ ഇത് ഫലപ്രഖ്യാപനത്തിന് കാലതാമസം ഉണ്ടാക്കുമെന്ന് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പക്ഷേ ആ വാദം പൂർണ്ണമായും സുപ്രീം കോടതി എന്തായാലും അംഗീകരിച്ചിട്ടില്ല. 5% വോട്ട് എണ്ണണം എന്ന് തന്നെയാണ് സുപ്രീം കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രിയ, ശരി, വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. കോൺഗ്രസ് BJP ബന്ധം മറനീക്കി പുറത്ത്. തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. ശശി തരൂരിനു വേണ്ടി കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ലെന്നും BJPക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും തമ്പാനൂർ സതീഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് തിരുവനന്തപുരത്തെ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് തന്റെ ഫേസ്ബുക്കിലൂടെ പരസ്യമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. തനിക്ക് ചുമതലയുള്ള മണക്കാട് മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി നൽകുമെന്നതാണ് സതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.
നേതാക്കന്മാർ പ്രവർത്തനത്തിനിറങ്ങുന്നില്ലെന്നും BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ വിജയിപ്പിക്കുവാനാണ് ഇവരുടെ നീക്കമെന്നും DCC ജനറൽ സെക്രട്ടറിയുടെ FB പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ്. തിരുവനന്തപുരത്ത് കുമ്മനത്തെയും വടകരയിൽ K മുരളീധരനെയും വിജയിപ്പിക്കണമെന്നുള്ള BJP കോൺഗ്രസ് രഹസ്യധാരണ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു. ഇതുറപ്പിക്കുന്നതാണ് DCC ജനറൽ സെക്രട്ടറിയുടെ പരസ്യപ്രതികരണം. തിരുവനന്തപുരത്ത് ശശി തരൂർ UDF സ്ഥാനാർത്ഥിയായി വന്നതു മുതൽ DCCയിൽ വലിയ വിമർശനമുയർന്നിരുന്നു. DCC നേതൃത്വം വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കേണ്ട എന്നതായിരുന്നു DCCയുടെ തീരുമാനം. ഇതിനു പിന്നാലെയാണ് DCCയുടെ ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് തരൂരിനു വേണ്ടി പ്രവർത്തനത്തിനിറങ്ങാത്ത നേതാക്കന്മാർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ FB പോസ്റ്റിൽ വരുന്ന കമന്റിന് തമ്പാനൂർ സതീഷ് നൽകുന്ന മറുപടി കോൺഗ്രസിന് BJPയുമായി രഹസ്യബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. എന്നാൽ വാർത്ത പുറത്തു വന്നതോടുകൂടി തമ്പാനൂർ സതീഷിന്റെ FB പേജിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പോസ്റ്റ് അപ്രത്യക്ഷമായി. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ അന്വേഷണ സംഘം കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ മൊഴിയെടുത്തു. ചാനലും അന്വേഷണ പരിധിയിലെന്ന് പോലീസ്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്നും മൊഴി നൽകിയതായും MK രാഘവൻ പറഞ്ഞു. രാവിലെ 7:15ഓടെയാണ് ACP വാഹിദ്, DCP ജമാലുദ്ദീൻ എന്നിവർ മൊഴിയെടുക്കുന്നതിനായി MK രാഘവന്റെ കോഴിക്കോട്ടെ വസതിയിൽ എത്തിയത്. 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ട മൊഴിയെടുപ്പിൽ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. മൊഴി രേഖപ്പെടുത്തിയെന്നും അന്വേഷണം തുടരുമെന്നും ACP വാഹിദ് അറിയിച്ചു. ചാനൽ മേധാവിയുടെയും റിപ്പോർട്ടർമാരുടെയും മൊഴിയെടുക്കും. യഥാർത്ഥ ദൃശ്യങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നതടക്കമുള്ള നടപടികൾ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നും വാഹിദ് പറഞ്ഞു. പറയാനുള്ള മൊഴി ഞങ്ങൾ എടുത്തു, നമുക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചു, അദ്ദേഹത്തിന് മറുപടി തന്നു. തുടർന്ന് അന്വേഷണം നടക്കും. ഞങ്ങൾ തുടരന്വേഷണം നടത്തും. ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെല്ലാം ശ്രമം നടത്തും. മൊഴി നൽകിയതായി രാഘവനും പ്രതികരിച്ചു. നീതിന്യായ കോടതിയും ജനകീയ കോടതിയും തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ കൊടുക്കേണ്ട മൊഴി കൊടുത്തു കഴിഞ്ഞു. അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലാണ്. അത് അവിടെ നടക്കുക. അന്വേഷണ സംഘത്തിന് പിന്നാലെ DCC പ്രസിഡന്റ് T സിദ്ദിഖും രാഘവന്റെ വീട്ടിലെത്തിയിരുന്നു. TV9 ഭാരത് വർഷ ചാനലാണ് MK രാഘവൻ കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാർട്ടി വിട്ട ജനപക്ഷം പ്രവർത്തകർ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമായി PC ജോർജ് തീരുമാനമെടുത്തതിൽ പ്രതിഷേധിച്ചാണ് നേതാക്കൾ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. പാർട്ടി വിട്ട പ്രവർത്തകർ കാഞ്ഞിരപ്പള്ളി ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത്. മതേതര നിലപാടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകുവാനും പത്തനംതിട്ട മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ വിജയത്തിനായി പ്രവർത്തിക്കാനും യോഗം തീരുമാനിച്ചു. കേരള ജനപക്ഷം പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി തീരുമാനമെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി വിട്ടവരുടെ ഒരു ഫോറം രൂപീകരിച്ചു. വിവിധ മണ്ഡലം പ്രസിഡന്റുമാരുമായി ചേർന്ന് ആലോചിച്ചെടുത്ത ഒരു തീരുമാനപ്രകാരം ഈ തെരഞ്ഞെടുപ്പിൽ മതേതര കക്ഷിയായിട്ടുള്ള മതേതര മുന്നണിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുവാനും വീണ ജോർജിന്റെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കുവാനും നാളെ മുതൽ ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും തീരുമാനമെടുക്കുകയുണ്ടായി. ജനപക്ഷം ജില്ലാ പ്രസിഡന്റ് ആന്റണി മാർട്ടിൻ, യുവജനപക്ഷം ജില്ലാ പ്രസിഡന്റും കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ റിജോ വാളന്തറ, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അംഗം ജെസി ജേക്കബ്, മണ്ഡലം പ്രസിഡന്റുമാരായ സലാവുദ്ദീൻ MM, ജിമ്മി കുന്നത്തുപുരിയിടം, PD ജോൺ പൌത്ത്, ബിജു പ്ലാക്കൽ, ടോജോ നെടുന്താനത്ത് എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് ഇടതുപക്ഷത്തിന് പിന്തുണ അറിയിച്ചു. യുവജനപക്ഷം നേതാക്കളായിരുന്ന സദാം കനിക്കുട്ടി, ദിലീപ് കൊണ്ടുപറമ്പിൽ, ഷെഫീഖ് രാജു, അഖിൽ പെരുന്തോട്ടംകുഴിയിൽ, ഇർഫാൻ ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ ജനപക്ഷം പാർട്ടി വിടുമെന്നും ഭാവി പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമലയും രാമക്ഷേത്രവും ആയുധമാക്കി BJP പ്രകടന പത്രിക. രാമക്ഷേത്ര നിർമ്മാണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ശബരിമലയിൽ ആചാര സംരക്ഷണം ഉറപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം. അതേസമയം കർഷകരെയും മധ്യവർഗത്തെയും ലക്ഷ്യം വെച്ചുള്ള പത്രികയിൽ 2014 വാഗ്ദാനങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രകടന പത്രിക ഹിന്ദുത്വ വോട്ട് ലക്ഷ്യം വെച്ചുള്ളതാണെന്നും വർഗീയ ധ്രുവീകരണമാണ് BJP ലക്ഷ്യമെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, BJPയുടെ പ്രകടന പത്രിക പുറത്തു വന്നിരിക്കുന്നു. എന്താണ് ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ? തീവ്ര ഹിന്ദുത്വ നിലപാടുകളോടുള്ള ഒരു പ്രകടന പത്രികയാണ് BJP ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ശബരിമലയിൽ വിശ്വാസം രക്ഷിക്കും, അതുപോലെ തന്നെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ നിന്ന് BJP നിലപാട് മാറ്റിയിട്ടില്ല എന്ന് ഈ ഒരു പ്രകടന പത്രികയിൽ ഊന്നി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അയൽ രാജ്യങ്ങളിലെ ഹിന്ദുക്കൾക്ക് പൗരത്വം നൽകും. അതായത് മറ്റ് രാജ്യങ്ങളിൽ
പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഹിന്ദുക്കളെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നത്. അതുപോലെ ശബരിമലയുടെ കാര്യത്തിൽ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമലയിലെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതുപോലെ തന്നെ വിശ്വാസവും ആചാരവും ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിനും ആചാരത്തിനും വരുന്ന എല്ലാ സംരക്ഷണങ്ങളും നൽകുമെന്നാണ് ഈ പ്രകടന പത്രികയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രകടന പത്രിക പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് കർഷകരെയും മധ്യവർഗത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കർഷകർക്ക് പെൻഷൻ, അതുപോലെ തന്നെ ചെറുകിട വ്യാപാരികൾക്കും പെൻഷൻ നൽകുക എന്നൊരു പദ്ധതി കൂടി ഈ പ്രകടന പത്രികയിൽ ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി കിസാൻ എന്ന പദ്ധതി അത് ഇതിലും ആവർത്തിച്ചിരിക്കുന്നു. ഈ ഒരു പദ്ധതിയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് 2 ഏക്കർ വരെയുള്ള കർഷകർക്ക് 6000 രൂപ നൽകും എന്നാണ്. 6000 രൂപ നൽകും. എന്നാൽ ആ ഒരു പദ്ധതി മാറ്റിക്കൊണ്ട് ഈ 2 ഏക്കർ എന്നുള്ള പരിധി മാറ്റിക്കൊണ്ട് എല്ലാ കർഷകർക്കും 6000 രൂപ പ്രതിവർഷം 6000 രൂപ നൽകുമെന്നാണ് ഈ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ ഉൾക്കൊള്ളുന്ന ഈ പ്രകടന പത്രികയിൽ കാശ്മീരിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 370 ആർട്ടിക്കിളുകൾ എടുത്തു കളയുമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. BJP നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഈ ആർട്ടിക്കിൾ റദ്ദാക്കുമെന്ന്. ഈ ഒരു പ്രകടന പത്രികയിലും ആവർത്തിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആവർത്തിച്ചിരിക്കുന്ന മറ്റു വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് ഈ 25 ലക്ഷം കോടി രൂപയുടെ ക്ഷേമ പദ്ധതികളാണ് നടപ്പിലാക്കുക. അതോടൊപ്പം തന്നെ ഏക സിവിൽ കോഡ് നടപ്പാക്കും. കർഷകർക്ക് 5 വർഷ കാലയളവിൽ 1 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ തുടങ്ങിയുള്ള വാഗ്ദാനങ്ങളും BJP ഈ ഒരു പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ BJP 2014 പറഞ്ഞ അതേ വാഗ്ദാനങ്ങൾ തന്നെ ഈ 2019 പ്രകടന പത്രികയിലും ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഒരു പ്രകടന പത്രികയ്ക്കെതിരെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രംഗത്ത് വന്നിരിക്കുന്നത്. യെച്ചൂരി പറഞ്ഞത് BJP വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നത്. ഈ നടപ്പാക്കി കഴിയാത്ത വാഗ്ദാനങ്ങളാണ് ഈ പ്രകടന പത്രികയിലും BJP പറഞ്ഞിരിക്കുന്നത്. അതേസമയം GSTയെ കുറിച്ച് എല്ലാം പരാമർശിക്കുന്ന ഈ പ്രകടന പത്രികയിൽ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്ന നോട്ട് നിരോധനത്തെ കുറിച്ച് ഒരു വാക്ക് പോലും പരാമർശിക്കാതെയുള്ള ഈ ഒരു പ്രകടന പത്രിക തികച്ചും ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള പ്രകടന പത്രികയാണെന്ന് യെച്ചൂരി പ്രതികരിച്ചിരിക്കുന്നു. പ്രിയ, ശരി, വിവരങ്ങളാണ് വിഷ്ണു നൽകിയത്. BJPയുടെ പ്രകടന പത്രികയിലുള്ളത് കേട്ട് പഴകിയ വാഗ്ദാനങ്ങൾ മാത്രമെന്ന് സീതാറാം യെച്ചൂരി. കർഷകർക്ക് യുവാക്കൾക്കും അനുകൂലമായി ഒന്നും ചെയ്യാത്ത സർക്കാരാണ് വീണ്ടും വാഗ്ദാനങ്ങൾ നിരത്തുന്നതെന്നും സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. We have heard similar promises made 5 years ago. We've heard saying that our farmers who are under distress, they will be stopped from committing distress suicides. But the number of suicides have increased. Agrarian distress has deepened. Our youth were promised 10 crore new jobs in the last 5 years. Instead, you have unemployment rate at the highest in the last 48 years. Likewise, promises were made to every single other section. None of them have been fulfilled. In this manifesto, whatever they have issued, it is once again a list of jumlas, things that are not going to be implemented, and there is absolutely no reference. ഇടവേള. മുസ്ലിം ലീഗിനെതിരെയുള്ള യോഗി ആദിത്യനാഥിന്റെ വിമർശനത്തിനെതിരെ കോൺഗ്രസ് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മുസ്ലിം ലീഗിന്റേത് പാകിസ്ഥാന്റെ കൊടിയല്ല എന്ന് പറയാൻ തയ്യാറാകാത്ത കോൺഗ്രസ് മുസ്ലിം ലീഗുമായുള്ള സഖ്യം ദേശീയതലത്തിൽ ഉയർത്തിക്കാട്ടാൻ മടിക്കുകയാണ്. RSSന്റെ ബി ടീമാണ് കോൺഗ്രസ് എന്നതിന് തെളിവാണിതെന്നും കോടിയേരി ബാലകൃഷ്ണൻ കോട്ടയത്ത് പറഞ്ഞു. ഈ കേരളത്തിലെ UDFന്റെ ഏറ്റവും വലിയ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ദേശീയ തലത്തിൽ യോഗി ആദിത്യനാഥ് ശക്തമായി ആക്ഷേപിച്ചപ്പോൾ നിങ്ങളുടെ വിമർശനം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഒരു വക്താവും ഇതുവരെ മുന്നോട്ട് വരാതിരുന്നത്? ഇപ്പൊ മുസ്ലിം ലീഗുമായുള്ള ബന്ധം ദേശീയ തലത്തിൽ ഉയർത്തി കാണിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. ഇത് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ RSSന്റെ ബി ടീമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നിലപാടിന്റെ ഭാഗമാണ്. മുസ്ലിം ലീഗിനെതിരായിട്ട് യോഗി ആദിത്യനാഥ് ഉയർത്തിയ വിമർശനത്തെ നേരിടാൻ പോലും കഴിക്കാതെ കോൺഗ്രസ് നേതൃത്വം വിറങ്ങലിച്ചു നിൽക്കുന്നൊരു കാഴ്ചയാണ്
യോഗി ആദിത്യനാഥിൻ്റെ ഈ പ്രചരണത്തിന് മുമ്പിൽ നാം കണ്ടത്. ഇത് കോൺഗ്രസ് ദേശീയ തലത്തിൽ സ്വീകരിച്ചു വരുന്നൊരു സമീപനത്തിന്റെ ഭാഗമാണ്. മതന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതിസന്ധിയിൽപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഒന്നും കോൺഗ്രസ് സഹായിക്കുന്നില്ല. കേരളത്തിലെത്തുമ്പോൾ മാത്രമാണ് കോൺഗ്രസിന് ന്യൂനപക്ഷ പ്രേമം ഇപ്പോൾ ഉള്ളത്. മറ്റൊരു സംസ്ഥാനത്തും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ പോലും സന്നദ്ധമാകാതെയാണ് ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുള്ളത് എന്നത് കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന രാഷ്ട്രീയ അപജയത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ലീഗിനെതിരെ നിലപാടുമായി സിപിഐഎം PB അംഗം ബൃന്ദ കാരട്ട്. ലീഗിന് മതേതരത്വ മുഖമില്ല, മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തരുത്. മതമൗലികവാദികളുമായാണ് ലീഗ് കൂട്ടുകൂടുന്നത്. മതേതരത്വത്തിൽ കോൺഗ്രസ് വെള്ളം കലർത്തുന്നുവെന്നും ബൃന്ദ കാരാട്ട്. I think it is absolutely clear that the Muslim League is not known for its secular credentials. Who is in alliance with the most fundamentalist forces? Who is having meetings with the most fundamentalist forces? It is the Muslim League. And therefore, a party which mixes religion and politics as part of its basic fundamental platform, I don't believe that they have secular credentials to show. Whatever the view the BJP may express, whatever the view any other party may express, the CPIM, the LDF in Kerala has been very clear that religion and politics cannot be mixed. വളർന്നുവരുന്ന പ്രതിപക്ഷ സഖ്യത്തെ തകർക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും ഇത് ദൌർഭാഗ്യകരമാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഇടതുമുന്നണിയും UDF-ഉം മാത്രമാണ് ഉള്ളത്. പൊട്ടിയ പട്ടം പോലെയാണ് വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തിയതെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളർന്നുവരുന്ന പ്രതിപക്ഷ സഖ്യത്തെ തകർക്കാനുള്ള പരിശ്രമങ്ങൾ അതിന്റെ ഭാഗമായ കോൺഗ്രസ് തന്നെ സ്വീകരിക്കുന്നത് നിർഭാഗ്യകരമായ കാര്യമാണ്. കോൺഗ്രസിന് ആരെയാണ് എതിർക്കേണ്ടത്? അവരുടെ രാഷ്ട്രീയ ദിശ ഏതാണ്ട് നഷ്ടപ്പെട്ടിരിക്കുക. പൊട്ടിയ പട്ടം പോലെ രാഹുൽ ഗാന്ധി വന്നു വീണത് വയനാട്ടിലാണ്. BJP എതിർക്കാൻ എന്തിനാണ് വയനാട്ടിൽ വരുന്നത്? 2014 തെരഞ്ഞെടുപ്പിൽ NDAക്ക് ജാമ്യത്തുക നഷ്ടപ്പെട്ട നിയോജകമണ്ഡലമാണ് വയനാട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് പരസ്പരം മത്സരിക്കുന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് അടക്കം 20 സംസ്ഥാനങ്ങളിൽ നിന്നായി 91 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ്. ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വ്യാഴാഴ്ച നടക്കും. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെയും മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളും വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. ബീഹാറിലെ 4, ഉത്തർപ്രദേശിലെ 5, ത്രിപുരയിലെ 1, മഹാരാഷ്ട്രയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങൾ എന്നിങ്ങനെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. അരുണാചൽ വെസ്റ്റിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു, ബീഹാറിലെ ജമോയിൽ നിന്നും രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ, തെലങ്കാനയിലെ നിസാമാബാദിൽ നിന്നും സംസ്ഥാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത തുടങ്ങിയവരാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉൾപ്പെടുന്ന പ്രമുഖർ. 185 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നിസാമാബാദിൽ ബാലറ്റ് പേപ്പർ കൊണ്ടുവരാൻ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിച്ചെങ്കിലും പിന്നീട് അത് മാറ്റി. EVM മെഷീനിൽ തന്നെയായിരിക്കും വോട്ടെടുപ്പെന്ന് കമ്മീഷൻ അറിയിച്ചു. ഇതിനായി കൂടുതൽ EVM യൂണിറ്റുകൾ തെലങ്കാനയിൽ എത്തിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് തലസ്ഥാനമായി അറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ ബസ്തർ മണ്ഡലത്തിലും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. പുൽവാമ സ്ഫോടനത്തിനു ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജമ്മുകാശ്മീരിലെ 2 മണ്ഡലങ്ങളായ ബാരാമുള്ള, ജമ്മു എന്നിവ ഉൾപ്പെടുന്നു. കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങൾ സംസ്ഥാനത്തെങ്ങും ഒരുക്കി. ഇതുകൂടാതെ നിയമസഭാ കാലാവധി കഴിയുന്ന ആന്ധ്ര, അരുണാചൽ, സിക്കിം സംസ്ഥാനങ്ങളിലെ മുഴുവൻ നിയമസഭാ സീറ്റുകളിലേക്കും ഒഡീഷ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പും വ്യാഴാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പരസ്യ പ്രചാരണങ്ങൾ നാളെ വൈകുന്നേരം സമാപിക്കും.
രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവസാനഘട്ട പ്രചാരണ തിരക്കിലാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി.